ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. ഇന്ന് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായി, ഹാൾസ്റ്റാഡ് എന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ. അപ്പോൾ അന്ന് പോയപ്പോൾ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് പോയതൊന്നും അല്ല, പക്ഷേ അന്ന് നമ്മൾ ഇങ്ങനെ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ചേർത്ത് അന്ന് എൻ്റെ കസിനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂണിക്കിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് പോയത് സാൽസ്ബർഗിലേക്കായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അവിടുന്ന് ഹാൾസ്റ്റാഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയായിരുന്നു നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ എന്ന് അറിയായിരുന്നു. അത് ഏകദേശം നമ്മളൊരു 2 മണിയായി അവിടെ നിന്ന് ഹാൾസ്റ്റാഡിൽ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ഒരു ബസ് പിടിച്ചിട്ടാണ് പോയത്. നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്തിട്ടും പോകാം, പക്ഷേ ഞങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളൊരു ബസ് പിടിച്ചിട്ടാണ്. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ ഹാൾസ്റ്റാഡിൽ ഒരു ബോട്ടിൻ്റെ ഏരിയയിലോട്ട് ബോട്ട് സ്റ്റേഷനിൽ പോയി ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു ബോട്ട് എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 14 യൂറോസ് ആണ് ആ ബോട്ടിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ദ ബോട്ട് ജേർണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ലൈക്ക് അമേസിങ് എന്ന് പറയാം. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. കാരണം നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൂരേന്ന് കാണാം ഈ പ്ലേസ്. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. നമ്മളെല്ലാവരും നമുക്ക് ആ ബോട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി വാവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ കളർഫുൾ ബിൽഡിങ്സാണ്. ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചർ തന്നെ റിയലി ബ്യൂട്ടിഫുൾ ആണ്. രാവിലെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആദ്യമേ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ കൂടെ ഇങ്ങനെ തെരാപ്പര നടക്കാൻ തുടങ്ങി. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ടൈം ഉണ്ടായില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ. അതുകൊണ്ട് നമ്മൾ അതിൽ പോയൊന്നുമില്ല. ജസ്റ്റ് കറങ്ങി നടന്ന് അവിടുത്തെ ഒരു പീസ്ഫുൾ ട്രിപ്പ് എന്ന് പറയാം. ചുമ്മാ കറങ്ങി നടക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു എയിം. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരുന്നു ഈ സ്ഥലത്ത് പോകാൻ വേണ്ടി. ഇതൊരു വെൽ നോൺ ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാത്തിനും നല്ല വിലയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ കുറേ ഇന്ത്യൻസിനെ നമ്മൾ കണ്ടായിരുന്നു. കുറേ പേരോടൊക്കെ സംസാരിച്ചായിരുന്നു. ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അതുപോലെ നമുക്ക് താമസിക്കാൻ പറ്റും, വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. അങ്ങനെ കുറേ ഏരിയാസ് ഇവിടെ ഉണ്ട്. പിന്നെ കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. അവിടെ എന്നൊക്കെ ആൾ താമസം ഉണ്ടോയെന്നും അറിയത്തില്ല. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം ഇങ്ങനെ നടന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഓരോ ഏരിയയിൽ കൂടെ നടക്കുമ്പോഴും നമ്മൾ ഓ വാവ് ലുക്ക് അറ്റ് ദാറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സ്ഥലത്തും അതിൻ്റേതായ കുറച്ച് പ്രത്യേക ഭംഗികളൊക്കെ നമുക്ക് തോന്നിയായിരുന്നു. പിന്നെ നേരെ നടന്ന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇതുപോലൊരു സൈഡിലൊരു സ്റ്റെയർസ് ഉണ്ട്. സ്റ്റെയർസ് ഇറങ്ങി നടക്കുമ്പോഴേക്കും ഈ ലേക്കിൻ്റെ ഒരു സൈഡിൽ കുറേ മ്യൂസീഷ്യൻസൊക്കെ അവർ പെർഫോം ചെയ്യുന്നു. അങ്ങനെ കുറേ ആൾക്കാർ നടന്നു പോകുന്നു. അങ്ങനെ കുറേ വേറൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ആക്ച്വലി ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ ഇനിയും ഈ സ്ഥലത്ത് പോയിട്ട് നല്ലൊരു വ്ളോഗ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ബിക്കോസ് ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. ഇതിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സ് വെച്ചിട്ട് ഞാൻ കൂട്ടിച്ചേർത്തൊരു വ്ളോഗാണ്. സോ ദിസ് ഈസ് റിയലി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴേലും പോകാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. സോ ബൈ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.